നമസ്കാരം. അടുത്ത കഥ സിബി മലയിലിൻ്റെ ഇഷ്ടം എന്ന സിനിമയിൽ അച്ഛൻ കൃഷ്ണൻകുട്ടി മേനോനും മകൻ പവൻ കെ മേനോനും അവർ തമ്മിലുള്ള ഇൻറ്റിമസിയും ബന്ധവുമൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. കലൂർ രഘുമാർ രസകരമായാണ് ഈ അച്ഛനെയും മകനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നെടുമുടി വേണുവും മോഹൻലാലും ദിലീപുമായിരുന്നല്ലോ ആ വേഷം ചെയ്തത്. ഒരുപക്ഷെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനാകാതെ പോയ എൻ്റെ സാഹചര്യമാകാം ഈ അച്ഛൻ്റെയും മകൻ്റെയും നിരവധി സന്ദർഭങ്ങൾ എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. കൂട്ടത്തിൽ കൃഷ്ണൻകുട്ടി മേനോന് നാരായണൻ എന്നൊരു നല്ല സുഹൃത്തു കൂടി ഉള്ളതിനാൽ ഇപ്പോൾ കണ്ടാലും ഞാനത് ആസ്വദിച്ചിരിക്കും. നാരായണനായിട്ട് അഭിനയിച്ച ഇന്നസെൻ്റായിരുന്നു. പവനായ ദിലീപും അച്ഛനായ നെടുമുടിയുമായിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇഷ്ടത്തിലെ മിക്ക സീനുകളുമെന്നാണ്. അത് കലൂർ രഘുമാർ എഴുതിയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ അച്ഛനുമായി എനിക്കുണ്ടായിരുന്ന ഇൻറ്റിമസികൾ മുഴുവൻ ഞാൻ കലൂരിന് പറഞ്ഞു കൊടുക്കുകയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് മിക്ക സീനുകളും ജീവിതഗന്ധിയായത് എന്നാണ് ദിലീപ് പറയാറ്. കഴിഞ്ഞ 25 വർഷമായി നിന്നെ എനിക്കറിയാം എന്ന് കൃഷ്ണൻകുട്ടി മേനോൻ സെൻറ്റിമെൻറ്റ്സ് അടിക്കാനായി പറയുമ്പോൾ പവൻ പറയുന്ന മറുപടി, ജനിച്ച അന്ന് മുതൽ ഈ 25 വർഷമായി ഞാൻ അച്ഛനെ കാണുകയില്ലേ എന്നാണല്ലോ അതിൽ ചോദിക്കണേ. പവിയെയും കൃഷ്ണൻകുട്ടി മേനോനെയും ഞാനിപ്പോൾ ഓർമ്മിച്ചത് നമ്മുടെ സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞ ഒരു വർത്തമാനം കേട്ടപ്പോഴാണ്. പ്രിയനും ലിസിക്കും 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മോഹൻലാലിനും 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മോഹൻലാലും പ്രിയദർശനും വേർപിരിയാനാകാത്ത ചങ്ങാതിമാരുമാണ്. ഇതെല്ലാം ജനത്തിനറിയാവുന്ന കാര്യമാണ്. ലിസിയുമായി പ്രിയൻ വിവാഹബന്ധം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ തിരിച്ചു പറയാം, പ്രിയനുമായുള്ള വിവാഹബന്ധം ലിസി വേർപ്പെടുത്തി. എന്നാൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ഇരുവരും ഒന്നിച്ച് വിവാഹബന്ധം വേർപ്പെടുത്തി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പരസ്പരം ചെളിവാരി എറിയാതെ ഇരുവരും പിരിഞ്ഞു, നല്ല സുഹൃത്തുക്കളായി പിരിഞ്ഞു. അതായിരുന്നു ആരോഗ്യകരമായ പിരിയലെന്ന് ഞാൻ പറയും. മക്കൾക്ക് 2 പേർക്കും അച്ഛനും അമ്മയും അതുകൊണ്ട് ഉണ്ട് ഇപ്പോഴും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. മകൻ വിവാഹം കഴിച്ച് വിദേശത്ത് എവിടെയാണ്, ഒരു വിദേശിയാണല്ലോ കല്യാണം കഴിച്ചത്. മകള് എന്താ പറയുക, സൂപ്പർ താരവുമാണിപ്പോൾ. മീനാക്ഷി സൂപ്പർ താരമാണല്ലോ. അതും നല്ലത്. എന്തിനാണ് പ്രേമിച്ച് വിവാഹം കഴിച്ച് നിങ്ങൾ വേർപിരിഞ്ഞതെന്ന് എനിക്ക് ലിസിയോട് ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരെ ചോദിച്ചില്ല, ലിസി പറഞ്ഞിട്ടുമില്ല. അതൊക്കെ അവരുടെ സ്വകാര്യം എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഇഷ്ട സിനിമയിലെ കൃഷ്ണൻകുട്ടി മേനോനെ പോലെ പ്രിയൻ വച്ച് കാച്ചിയ ഒരു ഡയലോഗ് കേട്ടപ്പോഴാണ്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ തുടക്കമെന്ന സിനിമയിലൂടെ നടിയായി തുടക്കമിടുകയാണല്ലോ. പ്രിയൻ്റെ മകൾ കല്യാണി ഇന്ത്യൻ സിനിമയിലെ നോട്ടബിളായ നടിയുമാണിപ്പോൾ. ലോക എന്ന് പറഞ്ഞ സിനിമയോടുകൂടി അവരുടെ തലവര മാറി. വിസ്മയയെ മായയെന്നും കല്യാണിയെ അമ്മു എന്നുമാണ് പ്രിയദർശൻ വിളിക്കാറുള്ളത് എന്ന് പറയും. മോഹൻലാലിൻ്റെ മകളും എൻ്റെ മകളും എൻ്റെ ഇടത്തും വലത്തും തോളിക്കിടന്ന് വളർന്ന കുട്ടികളാണത്രേ എന്നാണ് പ്രിയൻ പറയുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ചൂട് ഇപ്പോഴും പ്രിയൻ്റെ നെഞ്ചിലുണ്ട് എന്ന് അദ്ദേഹം പറയും. അതെന്താണ് പ്രിയ? പ്രണവിനെയും സിദ്ധാർത്ഥിനെയും ഇടവും വലവും ഇടാഞ്ഞത് എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ കഥയിൽ ചോദ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. വിസ്മയ്ക്ക് ഇപ്പോൾ 34 വയസ്സായി, കല്യാണിക്ക് 32 വയസ്സ് ഇപ്പോൾ പ്രായമുണ്ട്. 1984 പ്രിയൻ സ്വതന്ത്ര സംവിധായകനായി. പൂച്ചക്കരി മൂക്കുത്തി എന്ന് പറഞ്ഞ സിനിമയാണല്ലോ പ്രിയൻ്റെ ആദ്യത്തെ സിനിമ. 84 പ്രിയൻ പിറ്റേ വർഷം, അല്ല, ഈ പൂച്ചക്ക് ഒരു മൂക്കുത്തി എടുത്ത വർഷം 84 തന്നെ 4 സിനിമകൾ പ്രിയൻ എഴുതി സംവിധാനം ചെയ്തു. പിറ്റേ വർഷം 85 7 സിനിമകൾ എഴുതി സംവിധാനം ചെയ്തു. 1991 ആയപ്പോഴേക്ക് പ്രിയൻ്റെ ഒരു 3 സിനിമയിലേക്ക് അല്ലെങ്കിൽ 2 സിനിമയിലേക്കൊക്കെ മാറുകയും ചെയ്തു.
പക്ഷേ എല്ലാം ബിഗ് ബഡ്ജറ്റിലുള്ള സിനിമകളായിരുന്നു. മോഹൻലാൽ എന്ന താരത്തെ വെച്ച് തന്നെയാണ് ആ സിനിമകളൊക്കെ ചെയ്തത്. വിസ്മയ ജനിച്ചത് 1991 ആ വർഷം കിലുക്കം, അഭിമന്യു 2 സിനിമകൾ പ്രിയം ചെയ്തു. ബജറ്റും വലിയ വിജയവും രണ്ടിനും നേടാനായി മോഹൻലാലായിരുന്നു രണ്ടിലെ നായകൻ. 1993 കല്യാണി ജനിക്കുമ്പോൾ മിഥുനവും കിരീടത്തിൻ്റെ ഹിന്ദിയായ ഗർദിഷും പിന്നെ കിന്നരി പുഴയോരം എന്ന് പറഞ്ഞ സിനിമയിലെ കഥയും എഴുതുകയായിരുന്നു പ്രിയൻ. പറയാൻ വന്നത്, വിസ്മയയും കല്യാണിയും ജനിച്ച് വളരുന്ന കാലത്ത് പ്രിയൻ തമിഴും തെലുങ്കും ഹിന്ദിയും മലയാളവും ഒക്കെ ആയി ഓടുന്ന സമയമായിരുന്നു. 24 മണിക്കൂർ എന്നുള്ളത് 48 ആയാലും തികയാത്ത സമയമായിരുന്നു. അതിനിടയിൽ രണ്ടിടത്ത് താമസിക്കുന്ന ഈ 2 പിള്ളേരെയും ഒന്ന് നെഞ്ചിലേക്കിടാൻ പ്രിയന് പറ്റിയോ എന്നത് മാത്രമല്ല, മോഹൻലാലിൻ്റെ മകനെയോ സ്വന്തം മകനെയോ പരിചയമുണ്ടെന്ന് പോലും പ്രിയൻ സാർ കാണിക്കുന്നില്ല. അതെന്താ പ്രിയൻ സാറ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർക്ക് 2 പേർക്കും ഇവരുടെ അത്ര പ്രശസ്തി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചുമ്മാ ചോദിക്കുകയാണ്. ഒരു നിസ്സാരമായ ചോദ്യമാണ്. എന്തോ ആമ്പിള്ളേരെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇതുവരെ നമ്മൾ പറയാത്ത ഒരാളിനെ കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. ലോകത്ത് ഭക്ഷണത്തിന് പകരം അല്ലെങ്കിൽ വിശപ്പിന് പകരം എന്തെങ്കിലും ഗുളികയോ മരുന്നോ കണ്ടുപിടിച്ചാൽ മലയാള സിനിമയിൽ ആദ്യം അത് ആരൊക്കെ വാങ്ങും എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ഗുരുനാഥനായ സംവിധായകൻ ഹരികുമാറും പിന്നെ സംവിധായകനും പോസ്റ്റർ ഡിസൈനറും ഒക്കെ ആയി മാറിയ അമ്പിളി എന്ന് പറഞ്ഞ സംവിധായകനുമാണ് എന്ന് ഞാൻ പറയും. കാരണം ഭക്ഷണം കഴിക്കാൻ ഇത്രയും പിന്നോക്കം നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഗുളിക ഇറങ്ങിയാൽ വാരി വലിച്ച് തിന്നൊന്നും വേണ്ടല്ലോ, ഈ ഗുളിക തിന്നാൽ മതിയല്ലോ. ജുബ്ബയുടെ പച്ചയിൽ നടക്കുന്ന ആളാണ് അമ്പിളിച്ചേട്ടൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ഒരു സ്കെൽറ്റൻ അല്ലാതെ ഒന്നും കാണാൻ വഴിയില്ല. എന്തുകൊണ്ടോ ഈ മനുഷ്യനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് അമ്പിളിച്ചേട്ടനോടുള്ളത്. പെരുമ്പടവും ശ്രീധരൻ സാർ പറഞ്ഞും അസോസിയേറ്റ് ഡയറക്ടറായ തൃശ്ശൂർ വാസിയായ വാസൻ ചേട്ടൻ പറഞ്ഞും എനിക്ക് അമ്പിളിച്ചേട്ടനെ ഒരുപാട് അറിയാം. അമ്പിളിച്ചേട്ടൻ്റെ ഗാനമേളയും ഹരികുമാറിൻ്റെ എഴുന്നള്ളത്തും ഒരേ സമയത്തായിരുന്നു ചിത്രാഞ്ജലിയിൽ നടന്നത്. രണ്ടും പ്രിയങ്ക ഫിലിംസ് എന്ന് പറഞ്ഞ വിതരണ കമ്പനിയാണ് വിതരണത്തിനെടുത്തത്. രണ്ടും ഒരേ സമയത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ അമ്പിളിച്ചേട്ടനായിട്ട് അടുക്കുന്നത്. അവിടെ മുതൽ നല്ല ബന്ധമായി. എല്ലാ ദിവസവും ഗണപതിയുടെ വ്യത്യസ്ത രൂപങ്ങളുള്ള ഗുഡ് മോർണിംഗ് എനിക്കിടും. സിനിമാ സംബന്ധിയായ എന്തും എനിക്ക് അയച്ചു തരും. നാരായണൻകുട്ടി വല്ലത്ത് എന്ന വന്ധ്യവയോധികനായ സംവിധായകൻ്റെ വിവരങ്ങളും ഫോൺ നമ്പരും എനിക്ക് തന്നതും അമ്പിളിച്ചേട്ടനാണ്. 1983 വീണപൂവിലൂടെ കലാസംവിധായകനായിരുന്ന അമ്പിളി സംവിധായകനായി. അഷ്ടപതി, മൗനരാഗം, സ്വന്തം ശാരിക, സീൻ നമ്പർ 7, ഗാനമേള, ഈഗിൾ, സമുദായം, കബനി, ചാമൻ്റെ കബനി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഇപ്പോൾ സ്വാമിയും വർക്കിയും എന്ന സിനിമ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പിളിച്ചേട്ടൻ. സമുദായം എന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ്റെ സിനിമയിലൂടെയാണ് കലാഭവൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. പക്ഷേ അത് ആരും പറയാറില്ല, മണിയും പറഞ്ഞിരുന്നില്ല. പകരം മറ്റ് പലരുടെയും പേരുകളാണല്ലോ മണി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ സമുദായം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. ഇപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാര്യം, സ്വാമിയും വർക്കിയും എന്ന് പറഞ്ഞ സിനിമയുടെ കലാസംവിധായിക ആദ്യമായിട്ടൊരു പെൺകുട്ടി കലാസംവിധായികയാവുകയാണ്. സന്ധ്യ പല്ലവി എന്നാണ് അവരുടെ പേര്. അവരാണ് ഈ പറയുന്ന സിനിമയിലെ പുതിയ സിനിമയിലെ സ്വാമിയും വർക്കിയിലെ കലാസംവിധായിക. ഒരുപാട് സെറ്റുകളും ഒരുപാട് കട്ടൗട്ടുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സന്ധ്യ എഴുതി വെച്ച ഒരു തിരക്കഥ സിനിമയാക്കാൻ സംവിധായകൻ സിദ്ദിഖ് കൈ കൊടുത്തതാണ്. അദ്ദേഹം അതിനു മുമ്പ് പോയില്ലേ. അമ്പിളിച്ചേട്ടൻ നല്ല സിനിമകളുടെ പക്ഷത്ത് നിൽക്കുന്നയാളാണ്. 10 സിനിമകളിലും താരങ്ങൾ ഉണ്ടായിരുന്നേയില്ല. ഇപ്പോൾ 11ാമത്തെ ചിത്രത്തിലും ഒരു താരവുമില്ല. പക്ഷേ ഭരത് ഗോപിയും നെടുമുടി വേണുമൊക്കെ വേണുനാഗവള്ളിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അമ്പിളിയുടെ പടങ്ങളിൽ. പക്ഷേ സൂപ്പർ താരങ്ങൾ ആരും അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. 11ാമത് ചെയ്യുന്ന സിനിമയിലും താരങ്ങളൊന്നുമില്ല. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതും മമ്മൂക്കയുമായി ബന്ധപ്പെട്ടതാണ്. വിവരം തൊട്ട് തെറിക്കാത്തവർ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. പത്രം വായിക്കില്ല, വാർത്ത കാണില്ല, പുസ്തക വായന ഇല്ലേ ഇല്ല. അങ്ങനെയുള്ള പണ്ഡിതന്മാരുള്ള കേന്ദ്രമാണ് സിനിമ.
വിവരമുള്ളവരോട് കൂട്ടുകൂടുക പോലുമില്ല. തെക്കുറിശി മുതൽ ശ്രീരാമനും നരേന്ദ്രപ്രസാദും മുരളിയും ജഗതിയും പോലെ പൊതുവിജ്ഞാനം ധാരാളമുള്ളവർ ഉള്ള രംഗമായിട്ടും ഒരിക്കൽ പോലും അവരുമായിട്ട് ചങ്ങാത്തം കൂടാത്ത ഒരുപാട് പേരുണ്ട്. ഇവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടായിരുന്നാലും മതിയായിരുന്നു, കുറച്ച് വിവരം കിട്ടിയെന്നെ. ഇപ്പോൾ ശ്രീരാമനോടൊക്കെ നമ്മളിരുന്ന് സംസാരിച്ചാൽ, അമ്പിളിച്ചേട്ടനോടിരുന്ന് സംസാരിച്ചാൽ, പ്രസാദ് സാറിനോടിരുന്ന് സംസാരിച്ചാൽ, തെക്കുറിശി മാമനോട് സംസാരിച്ചാൽ നമുക്ക് അറിയാതെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ അവരോടും ഈ വിവരദോഷികൾ കൂട്ടുകൂടില്ല. 10ാം തരം പഠിക്കാനാവാതെ പോയ ജീവിത പശ്ചാത്തലമുള്ള ഇന്ദ്രൻസും ഇന്നസെൻ്റിനെയും പോലെ ജീവിതാവസ്ഥയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് തലച്ചോർ വികസിപ്പിച്ചെടുത്തവരും ധാരാളമില്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ചിലർ എന്ന് പറയാം. ഇന്ദ്രൻസിനൊക്കെ ഉള്ളൊരു ജനറൽ നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നസെൻ്റ് എങ്ങനെയാണ് അമ്മയെ കൊണ്ട് കിടന്നത്, അത്രയും തഞ്ചമുള്ള വിവരമുള്ള ആളായിരുന്നു. ഇപ്പോഴത്തെ തലമുറയോട് കേന്ദ്ര സിനിമാ മന്ത്രി ആര് എന്നത് പോട്ടെ, കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയാൻ അറിയാത്ത എത്രയോ ലക്ഷപ്രഭുക്കൾ നമ്മുടെ സിനിമയിലുണ്ട്. KPS ലളിത ഏത് നാടക ട്രൂപ്പിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അവർ സിനിമാ നടിയല്ലേ എന്ന് ഉത്തരം പറയുന്ന ബുദ്ധിജീവികളുള്ള ഫീൽഡാണ് സിനിമ. അങ്ങനെ പറഞ്ഞ ഒരു സിനിമാക്കാരനെ എനിക്കറിയാം, അവർ സിനിമ നടിയല്ലേ എന്ന് കേട്ടിട്ടുണ്ട്. KPS ലളിത ഏത് നാടക ട്രൂപ്പിലാണെന്ന് ചോദിച്ചിട്ട് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നടക്കുന്നത് കണ്ടാൽ സിനിമ കണ്ടുപിടിച്ചവനാണെന്ന് നമുക്ക് തോന്നും. തലമുടി വികൃതമായി വളർത്തി കഴുത്തിലും കൈകളിലും സ്റ്റീലിലെ തൊടലുകളും പൂണൂലും വലിയ കാപ്പുകളും മോതിരങ്ങളും ഒക്കെ ഇട്ട്, പിന്നെ പ്ലാസ്റ്റിക്കിലുള്ള എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ വാരി വലിച്ചിട്ട്, കുറേ പല വർണ്ണങ്ങളിലുള്ള മോതിരങ്ങളും തലയിലൊരു കണ്ണടയും വെച്ച് നടക്കുന്നത് കണ്ടാൽ ഇത് ഒരു ഒന്നൊന്നര സിനിമാക്കാരനാണെന്ന് തോന്നും. പക്ഷെ വാ തുറന്നാൽ വിവരക്കേടല്ലാതെ പറയില്ല. എടാ, ഇതിനിടയിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ അറിവിനായി 4 വരി വായിക്കാനെങ്കിലും ശ്രമിക്കുക എന്നാണ് ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്. അതിന് വയ്യായെങ്കിൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ മണ്ടന്മാർ പോസ്റ്റ് ചെയ്യുന്നത് വായിക്കാനും, കോലും പിടിച്ചു വരുന്നവരോട് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു നടക്കാനും, സ്വയം അപഹാസ്യനാകാനും, എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് പൊട്ടൻ എന്ന് വിളിപ്പിക്കാനും പോകാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് ഞാൻ പറയും. അപാര തൊലിക്കെട്ടി വേണം ഇങ്ങനെ നടക്കാൻ. ഈ ജനസിൽപ്പെടുത്താവുന്ന ഒരുത്തനായി പരിഹാസ്യനായ ഒരാളെ പെട്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ പഴയകാല TV അവതാരകനും പിന്നെ ഏതിലൊക്കെയോ മോന്ത കാണിച്ച ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. ഫിറോസ് ഖാൻ അയാൾ ഇത്തരം ഒരു ജനസിൽപ്പെട്ടവനാണെന്ന് ഞാൻ പറയും. നമസ്കാരം. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ടർ ഗോസ് ടു മമ്മൂട്ടി. നല്ല ആക്ടറാണ്. മുരളി, ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, തിലകൻ ഇവരെ പോലെയൊക്കെ തന്നെ നല്ലൊരു ആക്ടറാണ് മമ്മൂക്കയും. ഇപ്പം കൊടുത്തിരിക്കുന്ന ബ്രഹ്മയുഗം എന്ന ഒരു മൂവിയുടെ ആക്ടിങ്ങിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിലും ഗംഭീരമായി ഒരു സിനിമയിൽ ആക്ട് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്സ് ചങ്കൂറ്റത്തോടെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് പോയി, സ്റ്റേറ്റ് അവാർഡും പോയി. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയം ലിറ്ററലി അവാർഡിന് അർഹൻ ആവേണ്ടുള്ളതല്ലേ? അവാർഡ് അർഹിക്കേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അത്. സോ അദ്ദേഹം ചങ്കൂറ്റത്തോടെ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഹൈറാർക്കിയും മൊണാർക്കിയും വിധി പറയുന്ന ഈ സമൂഹത്തിൽ ഒരിക്കലും, അല്ലെങ്കിൽ ജൂറിയാവുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ലെന്നുള്ളത് നമുക്കറിയാം. അപ്പോഴെനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, കലാസ്നേഹികളായ കുറേ പേരുണ്ട്. കലയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ബുദ്ധിയുള്ള കുറച്ച് പ്രേക്ഷകർ. അവരുടെ മനസ്സിലെന്നും അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം തന്നെ ഉണ്ടാകും. പിന്നെ മനസ്സിലാക്കേണ്ടുള്ളത്, നീട്ടിയൊന്ന് വളവിട്ടാലും അല്ലെങ്കിൽ നീട്ടിയൊന്ന് തുപ്പിയാലും അതിൻ്റെ പേരിലൊക്കെയും കൈയടിക്കുകയും അവാർഡുകളും കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന മമ്മൂക്കയ്ക്ക് പ്രത്യേക ഒരു പ്രശംസ നമ്മൾ അർഹിക്കുന്നു. പൊളിറ്റിക്സ് ഇങ്ങനെ ഭരിക്കുമ്പോൾ ജനങ്ങൾ ഇത് നോക്കി നിന്ന് ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി
നമ്മുടെ പൃഥ്വിരാജിനും ഒരു നല്ല ഞങ്ങളൊക്കെ അറിഞ്ഞിട്ട് 1 മണിക്കൂറായി. എന്താണ് പറഞ്ഞത്? വേറെ ആർക്കും കൊടുക്കാൻ ഇപ്രാവശ്യം ഒന്നും തമാശയില്ല. മമ്മൂട്ടിക്ക് എത്രയോ വലിയ അംഗീകാരങ്ങൾക്ക് എത്രയോ കാലങ്ങളായിട്ടുള്ള അർഹരാണ്. മമ്മൂട്ടിക്ക് പറ്റിയൊക്കെ ഞാനൊക്കെ പറയേ പറയാനാണെങ്കിൽ ഒരുപാട് അതൊരു ഫംഗ്ഷൻ സ്ഥലത്ത് ഞാൻ പറയാം, എന്നാലും വിശദമായിട്ട് പറയാം. മമ്മൂട്ടിക്ക് കിട്ടിയ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ ഞാൻ എന്നുള്ള വ്യക്തി മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും കണ്ടാൽ ഭയങ്കര ബുദ്ധിജീവി ലുക്കൊക്കെ ഉണ്ട്. തലയിൽ കുടുമി പോലെ വച്ച് കെട്ടും ചിലപ്പോൾ ഇങ്ങനെ സരോജ് കുമാറിൻ്റെ കൂടെ നടക്കുന്ന അമ്പിളിച്ചേട്ടിട്ടിരിക്കുന്ന പോലെ മുടിയൊക്കെ നീട്ടിയിട്ടിരിക്കുന്ന കാണാം. പിന്നെ താടി, കറുത്ത തടിയൻ വാച്ച് എല്ലാം ഓക്കെയാണ്. ബുദ്ധിജീവികളുടെ എല്ലാ വേഷഭൂഷാദികളും ഇട്ടാണ് നടക്കണേ. പക്ഷേ ഒരു കാര്യം മാത്രം കയ്യിലില്ല, വിവരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു സാധനം മാത്രം കയ്യിലില്ല. അതും അനാവശ്യമായൊരു താരതമ്യപ്പെടുത്തലും കളിയാക്കലും കുറ്റം പറയലും ഒക്കെ ചേർന്ന ഒരു മണ്ടത്തരമാണ് ഈ രൂപം എന്ന് പറയാം. ജഗതി പറഞ്ഞ കണക്ക് സോപ്പ് ഇട്ടോ പതപ്പിക്കല് കൂടുതൽ എന്ന് മാത്രമേ ഈ ഫിറോസ് എന്ന മഹാനോട് എനിക്ക് പറയാനുള്ളൂ. ഒരു സിനിമയെ മറ്റൊരു സിനിമയുമായി കമ്പാരിസൺ നടത്തരുത് എന്നതാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. ഒരു സിനിമ മറ്റൊന്നല്ല. ഒരു കഥാപാത്രം ചെയ്ത ഒരു അഭിനേതാവിനെ പോലും മറ്റൊരു കഥാപാത്രം അദ്ദേഹം ചെയ്തതുമായി പോലും വിലയിരുത്തരുത്. രണ്ടും രണ്ടാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഒരു നടൻ്റെ തന്നെ 2 വേഷങ്ങളെ പോലും കമ്പയർ ചെയ്യരുത്. എഴുതിയയാൾ, സംവിധാനം ചെയ്തയാൾ, ഛായാഗ്രാഹകൻ, ധരിക്കുന്ന വസ്ത്രം, പറയുന്ന ഭാഷാരീതി എല്ലാം ഒന്നിനോട് സാമ്യമോ സ്വഭാവമോ ഉള്ളതല്ലല്ലോ. ആ പൊതുധാരണ പോലുമില്ലാത്ത ഫിറോസ് ഖാൻ പറയുകയാണ് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ആടുജീവിതത്തിലെ നജീബും. അപ്പോൾ ഒരിക്കലും ഈ 2 കഥാപാത്രങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം രണ്ടും വ്യത്യസ്ത ജീവിതം നയിച്ചവരാണ്, 2 ജീവിത പശ്ചാത്തലമുള്ളവരാണ്, 2 സമുദായക്കാരാണ്. അവരുടെ വേഷഭൂഷാദികൾ, സംസാര ഭാഷ, ജീവിതം എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ കൊടുമൺ പോറ്റി ഒരു ബ്രാഹ്മണ സമുദായത്തിൽ പറഞ്ഞ കഥാപാത്രമാണ്, നജീബ് ഒരു മുസ്ലിം കഥാപാത്രമാണ്. ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണണം വിലയിരുത്താൻ പോകുമ്പോൾ. അവരെ തമ്മിലോ ആ കഥാപാത്രങ്ങൾ ചെയ്തു വിജയിപ്പിച്ച മമ്മൂട്ടിയെയോ പൃഥ്വിരാജിനെയോ തുലാസിൽ വെച്ച് തൂക്കുന്ന രീതി പോലും മണ്ടത്തരമാണ് എന്ന് ഞാൻ പറയും. ഈ ഫിറോസ് ഖാൻ എന്തിനാണ് ഇത്തരം വിലയിരുത്തലിന് പോയതെന്ന് അയാൾക്ക് പോലും നല്ല പിടിയുണ്ടാകാൻ സാധ്യത ഒട്ടുമില്ല. മമ്മൂട്ടി നല്ല നടനാണത്രേ. പിന്നെ ഈ ഫിറോസ് എന്ന് പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലേ മമ്മൂട്ടിക്ക് വേണ്ടത്? മമ്മൂട്ടി നല്ല നടനാണത്രേ. ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക്. ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് അഭിമാനത്തോടെ പറയാം, ഫിറോസ് ഖാൻ വരെ ഞാനൊരു നല്ല നടനാണെന്ന് നിശ്ചയിച്ചല്ലോ എന്ന് ഇനി മമ്മൂട്ടിക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം, അഭിമാനിക്കാം. കക്ഷി പറയുന്നത് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയേക്കാൾ മികച്ച പ്രകടനമായിരുന്നു അത്രേ ആടുജീവിതത്തിലെ നജീബായുള്ള പൃഥ്വിരാജിൻ്റെ പ്രകടനം. എന്നാൽ ചില പൊളിറ്റിക്സിനെ തുടർന്ന് പ്രാദേശിക അവാർഡും ദേശീയ അവാർഡും പൃഥ്വിരാജിന് നഷ്ടമായത്രേ എന്നാണ് ഈ ഫിറോസ് ഖാൻ പറയുന്നത്. പൊട്ടൻ എന്നല്ലാതെ ഇയാളെ എന്ത് വിളിക്കാൻ പറ്റുമെന്ന്, ഈ ഐറ്റംസിനെ എന്ത് വിളിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചോ? 2023 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പൃഥ്വിരാജ് നേടിയിരുന്നു എന്നോ 2024 മികച്ച നടനായാണ് ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടി നേടിയതെന്നോ പോലും അറിയാത്ത മഹാപണ്ഡിതനാണ് ഇങ്ങനെ ഒരു വാചകം വെച്ച് താങ്ങിയത്. ദേശീയ അവാർഡും പോയി, സംസ്ഥാന അവാർഡും പോയി, പൃഥ്വിരാജിനെ തഴഞ്ഞളഞ്ഞു. പകരം മമ്മൂട്ടിക്ക് കൊടുമൺ പോറ്റിയുടെ വേഷത്തിന് അവാർഡ് കൊടുത്തു കളഞ്ഞു. മമ്മൂട്ടി ചെയ്ത കൊടുമൺ പോറ്റിയേക്കാൾ ഭയങ്കരമായിട്ടല്ലേ രാജു അഭിനയിച്ചിരിക്കുന്നത് ആടുജീവിതത്തിൽ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. തീർന്നില്ല, ഇയാൾ പിന്നെയും പറയാണ്, മുരളി, നെടുമുടി വേണു, തിലകൻ, ജഗതി എന്നിവരെ പോലെ നല്ല നടനാണ് മമ്മൂട്ടി എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി. അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഇനി നമ്മളത് ഫിക്സ് ചെയ്യണം. സത്യനും കൊട്ടാരക്കരയും ഭരത് ഗോപിയും മോഹൻലാലും ഒന്നും ഈ പറഞ്ഞവരുടെ 7 അയലത്ത് വരില്ല എന്നായിരിക്കും ഈ മഹാൻ ആലോചിച്ച് വെച്ചേക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, മുരളി, നെടുമുടി വേണു, തിലകൻ, ജഗതി ആ ലെവലിൽ വരുമെന്ന് മമ്മൂട്ടി. അപ്പോൾ ഇവരോ, ഈ സത്യമാഷും കൊട്ടാരക്കര ശ്രീധരൻ നായരും ഭരത് ഗോപിയും മോഹൻലാലും ഒന്നും ഇതിൻ്റെ 7 അയലത്ത് വരില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇയാൾ ആ ലിസ്റ്റിൽ നിന്ന് അങ്ങ് വെട്ടിക്കളഞ്ഞേ. ഭയങ്കരം തന്നെ ഈ പണ്ഡിതൻ്റെ നിരീക്ഷണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമിക്കണം മലയാളി ഫിറോസ് ഖാനോട് എന്ന് പറഞ്ഞുകൊണ്ട്
ഇതിലപ്പുറം പറയാനില്ല. എന്തൊരു വങ്കത്തര വിളിച്ച് പറഞ്ഞു നോക്കി. നിൽക്കുന്ന രൂപവും പറയുന്ന വർത്തമാനമൊക്കെ കേട്ടാൽ മലയാളം കണ്ട ഏറ്റവും വലിയ നിരീക്ഷകൻ, ഇപ്പം നിരീക്ഷകന്മാരുടെ കാലമാണല്ലോ, അല്ലെങ്കിൽ നിരൂപകൻ ആണ് ഈ കക്ഷി എന്ന് തോന്നും. പക്ഷേ വായിൽ നിന്ന് വരുന്ന മുഴുവൻ മണ്ടത്തരവുമാണ്. 2 വർഷം 2 പേര് അവാർഡ് വാങ്ങിച്ച, അത് പൃഥ്വിരാജ് മികച്ച നടനുള്ള അവാർഡ് വാങ്ങിച്ചതുപോലും ഈ കക്ഷി അറിഞ്ഞിട്ടില്ല. ചുമ്മാ മമ്മൂട്ടിക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി ഒന്ന് ആക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഇകഴ്ത്താനായിട്ട് ഒരു വച്ച് കാച്ചിയതാണോ അതോ ഇനി പൃഥ്വിരാജിനെ സുഖിപ്പിച്ച്, അങ്ങനെയൊന്നും വീഴുന്ന ആളല്ല രാജു എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് സുഖിപ്പിച്ച് നിർത്തിയാൽ ഒരു ഡേറ്റ് ഒപ്പിക്കാനോ ഒരു വേഷം ഒപ്പിക്കാനോ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ മമ്മൂട്ടിയും പൃഥ്വിരാജിനെയും കൂടെ താരതമ്യപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല. എടാ 40-45 വർഷത്തെ അഭിനയ പാരമ്പര്യം കൊണ്ട് പാകം വന്നതാണ് മമ്മൂട്ടി. പൃഥ്വിരാജ് ചെറുപ്പമല്ലേ, അയാൾക്ക് ഇനിയും തേച്ചുമിനിക്ക് എടുക്കാനുണ്ട്. ആ പൊതുവിവരം പോലും ഇല്ലാത്ത ഒരു വിഡ്ഢി കൂഷ്മാണ്ഡമായി എന്തിനാണ് ആളുകളെ വായിരിക്കുന്ന തെറി കേൾക്കുന്നതെന്നാണ് എനിക്ക് ഫിറോസ് ഖാനോട് ചോദിക്കാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.